ഇനി അരിയൊന്നും കുതിർത്ത് സമയം കളയേണ്ട, അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും, ഒരു 1/4 കപ്പ് ചോറും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ, ഒരു കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയത്തിലൊക്കെ മാറ്റം വരും. ഇപ്പോൾ 2 മണിക്കൂർ ആയപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ബബിൾസൊക്കെ അതിൽ അതേപോലെ തന്നെ വേണം. അങ്ങനെ ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത് കേട്ടോ. ഇനി ഇതാ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് സ്റ്റീമറിൽ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാവ് ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പ്ലേറ്റ് ഫുള്ളാകുന്നത് വരെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പൊങ്ങാൻ കുറച്ചൊരു സ്പേസ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേവാനെടുക്കുന്ന സമയം നമ്മളെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ പരന്ന പ്ലേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു സ്ക്യൂർ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ അതായത് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത് അല്ലേ. ഉള്ളിലൊക്കെ കണ്ടില്ലേ നിറയെ ഹോളൊക്കെ ഉണ്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള വട്ടയപ്പാണ്. അപ്പോൾ നമ്മൾ അരി അരച്ചിട്ട് മാത്രമല്ല അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് നല്ല വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ അങ്ങ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്